വിഗ്രഹാരാധനയിലും അക്രമത്തിലും അഴിമതിയിലും വ്യഭിചാരത്തിലും കഴിഞ്ഞു കൂടിയ ഒരുപറ്റം ജനത്തെ സാമൂഹികമായി വലിയ മാറ്റം ഉണ്ടാക്കുന്നതിന് വളരെയേറെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇസ്ലാം മതം സ്ഥാപിച്ചതും ഏറ്റവും ആധുനിക മതം എന്നുള്ള രീതിയിൽ ഇന്നും ആ മതം തുടർന്നു വരുന്നത്. ഈ അനുഷ്ഠാനം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിശപ്പിന്റെ വില എല്ലാവരും അറിയണം. ഈ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും ഈ ഒരു മാസക്കാലം അത്ര പണക്കാരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും വിശപ്പിന്റെ വിലയറിയുകയാണ്. ആ രീതിയിൽ നിർബന്ധപൂർവം വിശപ്പിന്റെ വിലയറിയുന്നതിനുള്ള അതിനൊപ്പം പ്രാർത്ഥന നിർഭരമായിട്ടുള്ള ഒരു മാസക്കാലം നിർബന്ധമായി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഒട്ടേറെ കാര്യങ്ങൾ കാൾ മാർക്സും ഏംഗൽസും ഒക്കെ എഴുതി വെക്കുന്നതിന് മുമ്പ് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച്, തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരുടെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പായി, ഉണങ്ങുന്നതിന് മുമ്പായി വേതനം നൽകിയിരിക്കണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത സാമൂഹ്യ പരിഷ്കാരങ്ങൾ ഒട്ടേറെ നടപ്പിലാക്കി ഈ രീതിയിലേക്ക് നമ്മുടെ സാമൂഹ്യ മാറ്റമുണ്ടാക്കി. ഒരുപക്ഷെ ഫലപരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ദൃഢതയുള്ള ഒരു ഭരണം അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് അദ്ദേഹം നടത്തിയുള്ള ശ്രമങ്ങളും ഈ അവസരത്തിൽ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്, ഇതെല്ലാം തന്നെ മനുഷ്യന് ഇന്നും തുടരുവാൻ കഴിയുന്ന ഏറ്റവും നല്ല ആചാരാനുഷ്ഠാനങ്ങളിൽ ഒന്നാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ രീതിയിൽ ഈ ഒരു മാസക്കാലം കൃത്യമായ വ്രത അനുഷ്ഠാനങ്ങളോടുകൂടി പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞു വരുന്ന എല്ലാ സഹോദരങ്ങൾക്കും നബിദിന റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കായംകുളത്തെ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള സിവിൽ ജഡ്ജ് ബഹുമാന്യായിട്ടുള്ള ശ്രീമതി ഐശ്വര്യ റാണിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Respected Bar Association President, Secretary and other members, respected guest for the day, Dr. Anil Mohammed, other advocates, clerks, court staff, മിസ്സാക്കി പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ഈ ഇഫ്താർ അല്ലെങ്കിൽ റമദാൻ അതിനെപ്പറ്റി കൂടുതൽ ആധികാരികതയോടുകൂടെ സംസാരിക്കാൻ എനിക്ക് അത്രയും അറിയില്ല. കുറച്ചൊക്കെ അതിനെപ്പറ്റി അറിയാം. കാരണം ഞാൻ വളർന്നത് പുറത്താണ്, ഒരു ഗൾഫ് കൺട്രിയിലായിരുന്നു ഞാൻ വളർന്നത്. അപ്പം അവിടെയൊക്കെ ഇത് വളരെ എന്താ പറയുക, പ്രോമിനൻ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതും, ഇപ്പം ഈ റമദാൻ പീരീഡിൽ പുറത്ത് പോലും വെള്ളം കുടിക്കാൻ പറ്റില്ല, അതല്ലാതും പുറത്തുനിന്ന് ഫുഡ് ചിലപ്പം കിട്ടത്തില്ല, അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ ഒരു കൾച്ചറിൽ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് കാരണം എനിക്ക് കുഞ്ഞുനാളിലെ തൊട്ട് ഈ റമദാൻ പീരീഡ് ആക്ച്വലി നമ്മൾ ഭയങ്കര ചെറിഷ് ചെയ്യുന്നൊരു പീരീഡാണ്. കാരണം സ്കൂളൊക്കെ നേരത്തെ തീരും, വീട്ടിൽ നേരത്തെ വരാൻ പറ്റും, പിന്നെ ഇവിടെ ഒരു ദിവസം അവധിയാണെങ്കിൽ അവിടേക്ക് ഒരാഴ്ചയായിരിക്കും അവധി. അപ്പം അങ്ങനെ എപ്പോഴും ഉറ്റുനോക്കിയിരുന്നൊരു സമയമായിരുന്നു അത്. പക്ഷെ അതിൻ്റെ ഒരു സയൻറ്റിഫിക് കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങളെ പറ്റി പറയാൻ എനിക്ക് അത്രയും നോളജ് ഇല്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ കമൻഡബിൾ ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നറിയാൻ വേണ്ടി ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഈ രാവിലെ എഴുന്നേറ്റ് കുറച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മൊത്തം ഫാസ്റ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് ബ്രേക്ക് ചെയ്യുക. അതും എന്ന് വെച്ചാൽ ഇപ്പം സാധാരണ കുറേ മതങ്ങളിലെ ഏതെങ്കിലുമൊക്കെ പീരീഡിൽ ഒരു ഫാസ്റ്റിംഗ് കാണുമായിരിക്കും. പക്ഷേ എത്രത്തോളം അത് വെള്ളം പോലും കുടിക്കാതെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഞാനിങ്ങനെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പം അതും ഈ കൊടും ചൂടിൽ ഏറ്റവും വെള്ളം കുടിക്കേണ്ടൊക്കെ സമയത്താണ് ഇപ്പം നമ്മളുടെ കുറേ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഫാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഈ റമദാൻ പീരീഡ് നമുക്ക് ആക്ച്വലി ഒരു സെൽഫ് ഡിസിപ്ലിനും ഒരു റീസെറ്റും ഒരു ഇൻട്രോസ്പെക്ഷൻ പശ്ചാത്താപത്തിനും ഒക്കെ ഒരു സമയമായി ആണ്. അപ്പം അത് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി ഇതേപോലെ തന്നെ
ഒന്ന് നമുക്കും ആ ഒരു പീരീഡ് എടുക്കാവുന്നതാണ്, ആ ഒരു റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടും ഒന്ന് ബോഡി റീസെറ്റ് ചെയ്യാനായിട്ടും ഒന്ന് സെൽഫ് ഡിസിപ്ലിൻ വരുത്താനായിട്ടും അങ്ങനെയൊക്കെ. അപ്പം അത്രയും ആണ് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ എനിക്കറിയത്തില്ല, അത്രയാണ് എനിക്ക് അതിനെപ്പറ്റിയുള്ള നോളജ് ഉള്ളത്. അപ്പം എല്ലാവർക്കും ഒരു റമദാൻ ആശംസകൾ. എല്ലാവർക്കും വരുന്ന ഈദൊക്കെ എല്ലാവർക്കും സന്തോഷവും പ്രോസ്പെറസും ആയിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടുകൂടെ ഞാൻ ഈ ഇവൻ്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു.